ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ F17 എന്ന സ്മാർട്ട് ഫോണാണ്. ഓപ്പോയുടെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നേരെ വീഡിയോയിലേക്ക്. ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബോക്സിൽ കാണാം 6GB 128GB എന്ന് കാണാം. ഒപ്പം തന്നെ OPPO F17 എന്ന് വലുതായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഫോണിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണാം. ഇനി സൈഡിലേക്ക് നോക്കിയാൽ OPPO എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. അൾട്രാ സ്ലിക്ക് ലെതർ ഫീൽ ബോഡി, 30W VOOC ഫ്ലാഷ് ചാർജിങ്, AMOLED ഡിസ്പ്ലേ, ഫിംഗർപ്രിൻറ്റ് അൺലോക്ക്, അൾട്രാ വൈഡ് ക്വാഡ് ക്യാമറ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാണാം. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് 6GB 128GB വേരിയൻ്റ് ആണ്. കളർ ഡൈനാമിക് ഓറഞ്ച്. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ റെയർ ക്യാമറ 16+8MB+, 2MBയുടെ ക്വാഡ് റെയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16MBയുടെ ഫ്രണ്ട് ക്യാമറയും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്പോ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് തുറക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഫോൺ കാണാം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് ഇൻഫർമേഷൻസ് ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്നിങ്ങനെയുള്ളതൊക്കെയാണ്. ഇനി ഇവിടെ നമുക്കൊരു സിം ഇജക്ടർ പിന്നും വരുന്നുണ്ട്. ഇനി നമുക്കിതിലൊരു 30W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് ലഭിച്ചില്ല. അത് സാരമില്ല. പിന്നെ നമുക്കിതിൽ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. സാധാരണ ഇപ്പോഴുള്ള കമ്പനികളൊന്നും അങ്ങനെ ഹെഡ്സെറ്റ് കൊടുക്കാറില്ല. പക്ഷേ ഓപ്പോ ഇവിടെ ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ചാർജറിൻ്റെ കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിൽ ചാർജർ വരുന്നുണ്ട്. നമുക്കിവിടെ ചാർജർ കിട്ടിയില്ല എന്നൊരു പ്രശ്നം മാത്രമാണുള്ളത്. ഡിസ്പ്ലേ നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 16.36cm FHD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒപ്പം തന്നെ 4015 mAh ബാറ്ററിയും ഇതിന് വരുന്നുണ്ട്. 30W ഫാസ്റ്റ് ചാർജിൻ്റെ സപ്പോർട്ടാണ് ഈ ഫോണിന് വരുന്നത്. ഇനി അടുത്തതായി ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് 10 ആണ്, അതായത് Q എന്ന വെർഷൻ. ഇനി കളറേഴ്സിൻ്റെ വെർഷൻ നോക്കുകയാണെങ്കിൽ വെർഷൻ 7.2 എന്ന വെർഷനാണ് വരുന്നത്. അതായത് ആൻഡ്രോയിഡ് വെർഷൻ 10 അധിഷ്ഠിതമാക്കിയുള്ള കളറേഴ്സ് 7.2 വെർഷനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Qualcomm Snapdragon 662 എന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരു സംശയവുമില്ല. ഇനി ഇതിനൊരു ഡ്യുവൽ 4G സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്ലോട്ട് വരുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരുപോലെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായി നമുക്കിതിൻ്റെ ക്യാമറ നോക്കാം. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 16+8+, 2MB 2MB എന്നൊരു ക്യാമറയാണ് ഈ ഫോണിന് വരുന്നത്. ഒപ്പം തന്നെ 16MBയുടെ ഫ്രണ്ട് ക്യാമറയും ഈ ഫോണിന് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റിക്കർ സപ്പോർട്ട്, എക്സ്പേർട്ട് മോഡ്, പാനോ, ടെക്സ്റ്റ് സ്കാനർ, എക്സ്ട്രാ HD, സ്ലോമോ, ടൈം ലാപ്സ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ നൈറ്റ് മോഡും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം.
ഇനി നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നിവയൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ഫേസ് അൺലോക്ക് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റായി തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിംഗറിൻ്റെയും ഫേസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അൾട്രാ ഫാസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സോങ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ ഇതിന് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപക്ഷെ ഔട്ട്ഡോറിൽ ഇരിക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇതിന് വരും. എന്തായാലും നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട്. നമുക്കിതിൽ നോക്കിയാൽ കാണാം 1080p റെസൊല്യൂഷനിൽ വരെ നമുക്കിതിൽ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് FHD+ ഡിസ്പ്ലേ ആണ്. AMOLED FHD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്തുള്ള ഏത് വീഡിയോസും ആസ്വദിക്കാൻ സാധിക്കും. യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് 1080p തന്നെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് OPPOയുടെ F17 എന്നൊരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരു അടിപൊളി ലുക്കിൽ വരുന്നൊരു സ്മാർട്ട് ഫോൺ കൂടിയാണിത്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് 2 വേരിയൻറ്റുകളിലാണ്. 6GB 128GB 8GB 128GB എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകൾ. നമ്മുടെ ഇരിക്കുന്നത് 6GB 128GB വേരിയൻ്റാണ്. ഇനി ഇതിൻ്റെ കളറുകൾ നോക്കിയാൽ കളറുകൾ വരുന്നത് ഡൈനാമിക് ഓറഞ്ച്, ഡൈനാമിക് ഗ്രേ, ഒപ്പം തന്നെ നേവി ബ്ലൂ എന്നിങ്ങനെയുള്ള 3 കളറുകളാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡൈനാമിക് ഓറഞ്ച് എന്ന കളറാണ്. ഈ ഒരു വേരിയൻറ്റിൽ പറഞ്ഞാൽ ഏറ്റവും മികച്ചതും കാണാൻ ലുക്കുള്ളതുമായ കളർ ഇത് തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊക്കെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ സേഫ്. ബൈ.